കേരള മുസ്ലിംകൾക്ക്, പ്രത്യേകമായി പുതിയ തലമുറയ്ക്ക് മേജർ കാസറ്റ്സിൻ്റെ ഒരു അമൂല്യ ഉപഹാരം. ശംസുൽ ഉലമ എന്ന വിസ്മയം. ശംസുൽ ഉലമ എന്ന വിസ്മയം നമ്മുടെ കൺമുന്നിലൂടെ കടന്നുപോയി. നമുക്ക് കണ്ടിട്ട് മതി വന്നില്ല. ഇനിയും കാണാൻ മോഹം. ശംസുൽ ഉലമയുടെ ശബ്ദം എത്ര കേട്ടാലും മതിവരാത്ത ശബ്ദം. കേട്ടിട്ടും കേട്ടിട്ടും മതി വന്നില്ല. ആ ശബ്ദത്തിന് നമ്മൾ കാതോർത്തിരുന്നു. മരണം വരെ അതായിരുന്നു അവസ്ഥ. ആ മുഖം കാണുമ്പോൾ വിസ്മയം, ശബ്ദം കേൾക്കുമ്പോഴും വിസ്മയം. എല്ലാവർക്കും ചൂടും വെളിച്ചവും നൽകി ഉയർന്നു നിന്ന ആ പണ്ഡിത സൂര്യൻ്റെ പ്രഭാഷണം ഇതാ പുതിയ തലമുറയ്ക്ക്, ശംസുൽ ഉലമ എന്ന അത്ഭുത പ്രതിഭാസത്തെ കാണാൻ കൊതിച്ചവർക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. اللهم أوصل وبلغ ثواب ما قرأناه وما صليناه إلى حضرة نبينا وشفيعنا محمد صلى الله عليه وسلم
اللهم وآته الوسيلة والفضيلة والدرجة الرفيعة وبأسه المقام المحمود الذي وعدته ورزقنا شفاعته في الدين والدنيا والآخرة. اللهم ثم إلى حضرات أرواح آبائه وإخوانه من الأنبياء والمرسلين صلوات الله تعالى وسلامه إلى كل واحد منهم أجمعين. اللهم إلى حضرات أرواح أصحابه القدسيين والوحيين رضوان الله تعالى عن كل واحد منهم أجمعين، وإلى حضرات أرواح سائر الصحابة والقرابة والعترة والتابعين وتابع التابعين لهم بإحسان إلى يوم الدين. اللهم اجعلنا منهم برحمتك يا أرحم الراحمين. اللهم إنا نسألك بحرمة هؤلاء السادات الكرام أن تيسر لنا جميع أمورنا مع طاعة قلوبنا وأبداننا والسلامة والعافية في ديننا وأمرنا. اللهم اغفر لنا عبدا وصاحبا ومثلا في جميع أسفارنا وخليفة في أهالينا وأولادنا وأموالنا وتمس على وجوه أعدائنا وحسادنا وانصرهم إلى مكانتهم ولا يستطيعون المضي والمجيء إلينا. اللهم اجعل جمعنا هذا جمعا مرحوما مباركا مستجاب الدعوات ومقضي الحاجات وتفرقنا من بعده تفرقا معصوما برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا ومولانا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനികളെ, ഈ പ്രദേശത്തിൽ ഇത്രയും അധികം സഹോദരന്മാർ വന്നു ചേർന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ്. നിങ്ങളെ കാണാനും നിങ്ങളുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കാനും സാധിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സ്വീകരണത്തിന് നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും ആദ്യമായും നിങ്ങളോടും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ബഹുമാനികളെ, ഞാൻ വളരെ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെയുള്ള കാലാവസ്ഥ വളരെയധികം എനിക്ക് അനുകൂലമല്ല എന്നതാണ്. അല്പം ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊള്ളുന്നു. നാം ഒരു സംഗതി ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താണെന്ന് വെച്ചാൽ, ഈ ദുന്യാവിൽ നാം നിവസിക്കുന്നത് ദുന്യാവാണ്. ദുന്യാവിൽ ഹക്ക് മാത്രം അല്ല ഉണ്ടാവരുത്, ഹക്കോട് കൂടി ബാത്തിലും ഉണ്ടാവും. ആ കാര്യം തീർച്ചയാണ്. ദുന്യാവ് വെറും ഹക്കിന്റെ സ്ഥലമല്ല. ഹക്കിന്റെ കൂടപ്പിറപ്പായും കൊണ്ട് ബാത്തിൽ അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. അത് ദുന്യാവിന്റെ നിയമമാണ്.
നാം കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അത് ഹക്കിന്റെ നിലയിൽ. അതേ സമയത്ത് ആദം നബി അലൈഹിസ്സലാമിന്റെ കൂടെ ലഅനത്താക്കപ്പെട്ട ഇബ്ലീസുൽ ലഈനും കൂടെയുണ്ട്. അവന്റെ സന്താനങ്ങളും ഉണ്ട്. അവന്റെ സന്താനങ്ങൾ എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്ന മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ സന്താനങ്ങൾ ജിന്ന് വർഗത്തിലും ഉണ്ട്, മനുഷ്യവർഗത്തിലും ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുമുണ്ട്. അവന്റെ സന്തതികളെ പറ്റി മിനൽ ജിന്നത്തി വന്നാസ് പരിശുദ്ധ ഖുർആന്റെ അവസാന സൂറത്തിൽ ആ കാര്യം വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. അതായത് ഹക്കിന്റെ കൂടെ ഏത് സമയത്തും ബാത്തിൽ ഉണ്ടാകും. അതിനെ വേർതിരിച്ച് മനസ്സിലാക്കൽ ആണ് ഒരു മുസ്ലിമിന്റെ ഒരു മുഅ്മിന്റെ ചുമതല. ഒരു മുഅ്മിന്റെ ചുമതല ഹക്കിനോട് കൂടെയുള്ള ബാത്തിലിനെ വേർതിരിച്ച് മനസ്സിലാക്കി ഹക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് ഒരു മുഅ്മിന്റെ ചുമതലയാണ്. വെറും ഹക്ക് മാത്രമാണെങ്കിൽ ഇത് ദുനിയാവല്ല, വെറും ബാത്തിൽ മാത്രമാണെങ്കിലും ഇത് ദുനിയാവല്ല. ആലോചിച്ച് നോക്കൂ, ഹക്ക് എവിടെയുണ്ട്, ഏത് ഭാഗത്തുണ്ട്, അതിൻ്റെ കൂടെ ബാത്തിലിനെ കാണാൻ കഴിയും. ബാത്തിൽ കാണുന്നില്ലെങ്കിൽ അത് ഹക്കല്ല എന്നാണ് അതിനർത്ഥം. അതിൻ്റെ കൂടെ ഒരു ബാത്തിലിനെ കാണുന്നില്ലെങ്കിൽ അത് ഹക്കല്ല. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ അവതരിച്ചു. അതിൻ്റെ ഒന്നാമത്തെ സൂറത്തുൽ ബഖറ, അതിൽ തന്നെ ആദ്യമായി വിവരിക്കുന്നത് മനുഷ്യവംശം, മനുഷ്യവർഗം 3 വിഭാഗമുണ്ടെന്നാണ്. ആദ്യത്തെ വിവരം മനുഷ്യവർഗം 3 വിഭാഗമാണ്. ഒന്ന് ഖാലിസ് മുഅ്മിൻ, മറ്റൊന്ന് ഖാലിസ് കാഫിർ, മൂന്നാമത് മുനാഫിഖ്, രണ്ടിൽ നിന്നും അല്പസ്വല്പം മിക്സ് ചെയ്തുണ്ടാക്കുന്ന മുനാഫിഖ്. ഈ 3 വർഗം ഒഴിച്ചുകൂടാത്തതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ വളരെ വ്യക്തമായ നിലക്ക് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് സൂക്ഷിച്ച് മനസ്സിലാക്കാൻ ഉള്ള ആഹ്വാനവും ചെയ്തിട്ടുണ്ട്. ഈ നിയമത്തിന് ഒരു സ്ഥലത്തും തന്നെ യാതൊരു നിലക്കും ഉള്ള വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്ത് എത്ര ശക്തിമത്തായ നുബുവത്താണ്, എത്ര ശക്തിമത്തായ ദൃഷ്ടാന്തങ്ങളോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം. എത്ര ശക്തിമത്തായ ദൃഷ്ടാന്തങ്ങളോടുകൂടിയാണ് എന്ന് ഞാൻ അത് കൂടുതൽ വിവരിക്കുന്നില്ല. നമുക്കറിയാം ആ കാര്യം. എത്രയോ ശക്തിമത്തായ ദൃഷ്ടാന്തങ്ങളോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ്. പക്ഷേ അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ തന്നെ മുനാഫിഖ് എന്ന വിഭാഗം ആ ഹദ്റത്തിൽ തന്നെ ഉണ്ടായിരുന്നു. മുനാഫിഖ് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ അതിന്റെ നേതാവുമായിരുന്നു. കണ്ടോ, അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മാത്രം അല്ല, അവർ എന്ത് ചെയ്തു എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദ്, പള്ളി, ആ പള്ളി മസ്ജിദുൻ നബവി, അതിന്റെ എതിരായും കൊണ്ട് ഒരു മസ്ജിദ്, ഒരു പള്ളി തന്നെ നിർമ്മിച്ചു. പരിശുദ്ധ ഖുർആൻ അതിനെ പറ്റി നമ്മളുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. വല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറൻ വകുഫറൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീന ഇർസാദൻ ലിമൻ ഹാറബ അല്ലാഹു വറസൂലഹു എന്ന് പറഞ്ഞുകൊണ്ട് ആലോചിച്ച് നോക്കൂ. അതിൽ ആശ്ചര്യപ്പെടാനില്ല. കാരണം എന്തുകൊണ്ട് ആശ്ചര്യപ്പെടാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് നിയമമാണ്, ഈ ലോകത്തിന്റെ നിയമമാണ്. ഒന്നും അതിൽ ആശ്ചര്യപ്പെടാൻ ഇല്ല. ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതം ചോദിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടു, ദഅനി അദ്രിബു ഉനഖ ഹാദൽ മുനാഫിഖ്, ഞാൻ ഈ മുനാഫിഖിന്റെ തല വേർപെടുത്താൻ എനിക്ക് അനുവാദം നൽകണമെന്ന് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല തങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുവദിച്ചില്ല. കാരണം അത് നിയമമാണ്, ഈ ലോകത്തിന്റെ നിയമമാണ്.
ചിന്തിച്ച് നോക്കാം. ആശയപ്പെടാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആലോചിച്ച് നോക്കൂ നിങ്ങളത് അതിനെപ്പറ്റി. ഈ കേരളക്കരയിൽ മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകിയിരുന്നത് ബഹുമാനപ്പെട്ട പൊന്നാരി മഖ്ദൂമിങ്ങൾ ആയിരുന്നു. ഏറ്റവും വലിയ മഹാന്മാർ. പൊന്നാരിയിൽ നിന്ന് ഒരു മതവിധി പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അത്ര വലിയ മഹാത്മാ, വലിയ ആയിരിക്കും, വലിയ മഹാത്മാ. പക്ഷേ ഞാൻ ആദ്യം നിങ്ങളോട് അറിയിച്ച ക്രമത്തിൽ ഏത് സാഹചര്യത്തിനും ഇവിടെ ഒരു എതിർ വിഭാഗം ഉണ്ടാകും. അങ്ങനെ അല്പകാലം കഴിഞ്ഞപ്പോൾ മഖ്ദൂം തറവാട് ക്ഷയിച്ചു. അത് ക്ഷയിച്ച ആ സമയത്ത് ബഹുമാനപ്പെട്ട വലിയുള്ളാഹി മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളവർ ഏറ്റവും വലിയ ആരിഫും കുത്തുബ് സമാനുമാണ്. വലിയ ആരിഫാൻ, വലിയ വലിയുള്ളാഹിയാണ്. താൻ എന്ത് ചെയ്തു എന്നാൽ 70 കൊല്ലം മുമ്പ് താൻ എന്ത് ചെയ്തു? ആ കാലത്തുള്ള മുഴുവൻ സ്വാലിഹീകളായ ആത്മീകളെയും വിളിച്ചു കൂട്ടി. വലിയ ദീർഘദർശനം ഉള്ള ആളാണത്. വിളിച്ചു കൂട്ടിയും കൊണ്ട് പറഞ്ഞു, കേരളത്തിൽ പലതും സംഭവിക്കാൻ പോകുന്നുണ്ട്, പലതും ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടത് ഈ രാജ്യത്തിൽ ഉള്ള ആരോഗ്യങ്ങളുടെ ചുമതലയല്ലേ? അത് നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് വഹിക്കാൻ സാധ്യമല്ല. ഒറ്റക്ക് നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധ്യമാകുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ സംഘടിത രൂപം കൈക്കൊണ്ടുകൊണ്ട് ഒരു സംഘടനയിൽ ആയി നിലകൊള്ളണം എന്ന് മഹാനവറുകൾ ആഹ്വാനം ചെയ്തു. കേരളത്തിലെ ആരോഗ്യങ്ങളോട് രൂപം കൊണ്ടു അന്നുള്ള മഹാന്മാരായ സ്വാലിഹ്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ടു. സന്തോഷഭരിതനായി മഹാനവറുകൾ 1 മണിക്കൂർ സമയം കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിയും കൊണ്ട് ആ സംഘടനക്ക് വേണ്ടിയിട്ട് അതിന്റെ വർഗത്തിന് വേണ്ടിയിട്ട് ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. അവിടെ ഉണ്ടായിരുന്നവരുടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലക്കുള്ള മഹത്തായ സംഘടന നോക്കൂ. ആ സംഘടന അവിടുന്ന് ദീർഘദർശനം ചെയ്ത ക്രമത്തിൽ തന്നെ കേരളത്തിൽ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം സേവനങ്ങൾ ചെയ്തു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. കേരളത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വിരുദ്ധമായി ഏതെല്ലാം പാർട്ടികൾ കേരളത്തിൽ വന്നോ അതിനെ സംബന്ധിച്ചെല്ലാം തന്നെ മുസ്ലിം പൊതുജനങ്ങൾക്ക് അറിവ് നൽകി. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഇന്നതാണെന്നും അതിൽ അടിയുറച്ച് നിലകൊള്ളൽ ആവശ്യമാണെന്നും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വിരുദ്ധമായ കക്ഷികൾ ആ കക്ഷികളുടെ നിലപാടിച്ചതാണെന്നും മുസ്ലിം പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. ആരാണ് ചെയ്തത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. മഹാനവറുകൾ പറഞ്ഞ ക്രമത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം തള്ളി പറഞ്ഞുകൊണ്ടുള്ള എത്രയോ കള്ളശൈഖന്മാരെ കേരളത്തിലുണ്ട്. തനി ഹൈന്ദവ സിദ്ധാന്തവുമായി കേരളത്തിൽ കുറെ കള്ളശൈഖന്മാരും അദ്വൈത സിദ്ധാന്തങ്ങൾ, പുനർജന്മവാദം, ഈ നിലക്കുള്ള സിദ്ധാന്തങ്ങളുമായി കള്ളശൈഖന്മാരെ കേരളത്തിൽ വന്നു. ആ കള്ളശൈഖന്മാരെ എല്ലാം തന്നെ നിരക്ക് നിർത്താനും അതിന്റെ പൊള്ളത്തരം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് സാധിക്കും. അതല്ലാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയല്ലാതെ മറ്റൊരു സംഘടനയും ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. വേണമെങ്കിൽ സമസ്തയിലെ വിരോധികൾ ആ കള്ളശൈഖന്മാരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് സമസ്തയെ എതിർക്കാൻ പിടിയുകയാണ് ആ കാലത്തൊക്കെ ചെയ്തത്. ആലോചിച്ച് നോക്കൂ. തനി ഹൈന്ദവ സിദ്ധാന്തങ്ങളായ അദ്വൈത സിദ്ധാന്തങ്ങളും പുനർജന്മവാദവുമായി വരുന്ന കള്ളശൈഖന്മാരെയും കൂട്ടുപിടിച്ച്
സമസ്തയെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരുമ്പെട്ടു എന്നത് പരമാർത്ഥമാണ്. ഞാൻ അവരുടെ പേരുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നതില്ല കേട്ടോ. ഇതെല്ലാം തന്നെ മഹാനവറുകൾ ദീർഘദർശനം ചെയ്ത് ഉണർത്തിയിട്ടുള്ളതിന്റെ ഫലമാണ്. ദുആ ചെയ്തതിന്റെ ആ ദുആയുടെ ബർക്കത്തും ആണ്. ആ നില നോക്കൂ നിങ്ങൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം സ്കൂളുകളിൽ വെച്ച് മതപഠനം പാടില്ല എന്ന് പാസ്സാക്കി കേരളത്തിൽ മദ്രാസ്. അത് അനുഗ്രഹമാക്കി തീർത്തു സമസ്തകളുടെ ജമിയത്തുൽ ഉലമാ. ആ പ്രഖ്യാപനം ഒരു അനുഗ്രഹമാക്കി സമുദായത്തിന് എല്ലാ പ്രദേശങ്ങളിലും മദ്രസ കെട്ടിടങ്ങൾ ഉയർന്നു. സ്കൂളിൽ മതപഠനം പാടില്ല എന്ന് പാസാക്കിയതിന്റെ ഫലമാണ്. പാടില്ല എന്ന് പാസാക്കിയത് കൊണ്ട് മതപഠനം വേണ്ട എന്നല്ല, മതപഠനത്തിന് പ്രത്യേക കേന്ദ്രങ്ങൾ ഉണർന്നു. എൻ്റെ മാന്യ സ്നേഹിതൻ മാൻ മുസ്ലിയാർ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ട്. 6000-ൽ പരം മദ്രസകൾ ഇന്ന് അംഗീകരിക്കപ്പെട്ട രീതിയിൽ 6000-ൽ പരം മദ്രസകൾ സമസ്തയുടെ കീഴിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ശരിക്കും മുറച്ച് പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുകയും ആണ്. അതിന് യഥാർത്ഥത്തിൽ എത്ര ചെലവ് വരും? അതിന്റെ മെയിൻ്റനൻസ്, അതിന്റെ നിലനിർത്താൻ വേണ്ടി എത്ര ഭാരിച്ച ചുമതലയാണ് അതിന് വേണ്ടി വരുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഒരു സ്ഥലത്തും ഒരു ഭിന്നിപ്പും ഇല്ലാതെ വന്നു. ഒരു അല്പനിമിഷത്തേക്ക് നിങ്ങൾ അല്പം ചിന്തിക്കണം. ഇതെല്ലാം എത്ര മഹത്തായ സേവനങ്ങളാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ചിട്ടയോട് കൂടിയുള്ള സമസ്തകളുടെയും മേൽത്തുടമയുടെയും ഈ ഘടകങ്ങളുടെയും നടത്തിപ്പാണ് അതിന് കാരണം. അങ്ങനെ ഈ മഹത്തായ സമസ്തയുടെ ഈ നേട്ടം, ആ നേട്ടം കണ്ട് അസൂയാലുക്കളായ ചില ജനങ്ങൾ തലവും. കാരണം ഞാൻ മുമ്പ് പറഞ്ഞതനുസരിച്ച് ഈ ലോകത്തിൽ ഉള്ള ബാത്തിൽ, ആ ബാത്തിൽ തലമുക്കൽ ഹസദിൽ നിന്നാണ്. ഏത് ബാത്തിലാവട്ടെ ആ ബാത്തിൽ തലമുക്കാൻ അതിന്റെ ബുദ്ധി ഹസദാണ്. ആലോചിക്കുന്നു, ഏത് ബാത്തിലായി ആ ബാത്തിലിന്റെ തലമുക്കാൻ ഉള്ള അസിൽ ബുദ്ധി, ആ ബുദ്ധി എന്തായിരിക്കും എന്നാൽ ഹസദ്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് നൽകി ബഹുമാനിച്ചു. ആ കാര്യത്തിൽ ജഅലതാഹുമത ഇബ്ലീസുൽ ലൈന ഹസദായി. അന ഖൈറുൻ മിൻഹു, ഞാനാണ് യോഗ്യൻ പറഞ്ഞോ. കണ്ടോ, ഞാനാണ് അതിന്റെ യോഗ്യൻ. ഹസദ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ മദീനയിൽ വന്നു. അങ്ങനെ വരുന്നതിന് മുമ്പ് തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിനെ ആ രാജ്യക്കാർ ഔസ് ഖസ്റജ് ഗോത്രങ്ങളിൽ രാജസ്ഥാനം നൽകി, നേതൃസ്ഥാനം നൽകി, മുടി ചൂടാൻ കിരീടം വെക്കാൻ ഒരുപ്പെട്ടതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ മദീനയിൽ വന്നപ്പോൾ അവനെ അത് സൗകര്യപ്പെട്ടില്ല. അത് കാരണമായി ഹസദായി. കണ്ടോ, അങ്ങനെ ലോകത്തിൽ ഏത് സാധനം ബാത്തിൽ, ഏത് ബാത്തിൽ അതിന്റെ വൃത്തി ഹസദായി. പക്ഷേ നാം അതിനെ എതിർത്തിട്ട് കാര്യമില്ല. കാരണം അത് ലോകത്തിന്റെ നിയമമാണ്. എതിർത്തിട്ട് ഒരു കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ ശ്രദ്ധിക്കാതിരുന്നുകൂടെ? ചെയ്യാം. പക്ഷേ ഈ ലോകത്തിന്റെ ഘടന ആ രീതിയിൽ അല്ല. അതുകൊണ്ട് അവനെ സൃഷ്ടിച്ചതാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് അവന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വല്ല മംഗലവും സിദ്ധിച്ചോ? ഒന്നും സിദ്ധിച്ചിട്ടില്ല, സിദ്ധിക്കുകയുമില്ല. ആലോചിച്ച് നോക്കാം. അതേ നിരക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ മഹത്തായ പ്രവർത്തനത്തിൽ അസൂയപ്പൂണ്ട് ചില ആളുകൾ എന്ത് ചെയ്തു? ഒരു എതിർ സംഘടന രൂപീകരിച്ചു. അഖില കേരള ജമിയത്തുൽ ഉലമാ എന്നൊരു എതിർ സംഘടന. അതിന് കുറെ നേതാക്കൾ, അന്ന് അറിയപ്പെട്ട വലിയ നേതാക്കളാണ് അവര്. ദൈവബന്ധനും മറ്റും
പോയി പാസ്സായി ഇവിടെ വന്ന് വേലൂരിലൊക്കെ മുദ്ദരിസായി ഒക്കെ ഉള്ള ആളുകളാണ്. അതെന്താ, ഞാനൊരു കാലത്ത് വേലൂർ മുദ്ദരിസായിരുന്നു. അപ്പോ വേലൂർ മുദ്ദരിസായ ആൾ എൻ്റെ വേറെ ഉണ്ട് എന്ന് വരുത്താൻ എന്തെങ്കിലും നോക്കണം. അങ്ങനത്തെ ആളുകൾ ആയിരുന്നു യഥാർത്ഥത്തിൽ അതിൻ്റെ നേതൃസ്ഥാനം. പക്ഷേ അത് മുന്നോട്ട് പോയില്ല. ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല അതിനെ സംബന്ധിച്ച്. കാരണം എന്താണ്, നിയമം ആണ്. അല്ലാഹുവിന്റെ നിയമം ഈ ലോകത്തിൽ പ്രവർത്തിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതിനെ തടസ്സം ചെയ്യാൻ നമുക്ക് സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ എത്ര വലിയ മഹാനാണ്, ആലോചിച്ച് നോക്കൂ. പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജമിന്റെ ഒരു കുത്തി ഏറ്റുകൊണ്ടാണ് അവസാനം വഫാത്തായത്. അതെന്തുകൊണ്ട്? നിയമമാണ്, ലോകത്തിന്റെ കരുണയുടെ നിയമമാണ്. അല്ലാഹുവിന്റെ തെളിവിയെ ഈ ലോകത്തിൽ ആ വിധത്തിൽ ആണ് നീങ്ങിക്കൊണ്ട് നിൽക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, പരമാർത്ഥവും ആണ്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആരാണ് മഹാൻ? എത്ര വലിയ മഹാനാണ്! അബൂൽ വിലത്തിന്റെ ഒരു കഷായത്തിലൂടെ കുത്തുകൊണ്ടിട്ടാണ് അവസാനം വന്നത്. കണ്ടോ? അതെല്ലാം തന്നെ ഈ ലോകത്തിന്റെ കരുണയാണ്. ഈ ലോകത്തിന്റെ വ്യവസ്ഥ, അതിന്റെ കായിക, അതിന്റെ നിയമം അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമിച്ച നിയമങ്ങൾ ആണ്. അവൻ വ്യവസ്ഥപ്പെടുത്തിയ ഒരു വ്യവസ്ഥയും ആണ്. നാം അത് ശരിക്കും മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മളുടെ ചുമതല. ആലോചിച്ച് നോക്കൂ, കണ്ടോ? പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വെറുതെ വിടില്ല. മറ്റുള്ളവരെ പരിശോധിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നുവെങ്കിലും കൂടി ആ പരിശോധനയ്ക്ക് വിധേയമായ ശേഷം അതിന്റെ യഥാർത്ഥ രൂപം ജനങ്ങൾ മനസ്സിലാക്കി കൊടുക്കും. ബദർ യുദ്ധത്തിൽ മുസ്ലിം സമുദായത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഇസ്ലാമിനും വമ്പിച്ച വിജയം കൈവന്നു. യൗമുൽ ഫുർഖാൻ എന്ന് പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹഖ് ബാത്തിലിന്റെ ഇടയ്ക്ക് വേർതിരിഞ്ഞ ദിവസം എന്ന്. അത് കഴിഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യും അവന്റെ വിഭാഗവും എന്ത് പറഞ്ഞു എന്നാൽ ഇനി നല്ലതാണ് എന്ന് മനസ്സിലാക്കി പറഞ്ഞു കൊണ്ടിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ അടിയിൽ പ്രവേശിക്കാൻ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞില്ല, തടയാൻ നിയമമില്ല തന്നെ. അതാണ് നിയമം. ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളെ സംബന്ധിച്ച് കണക്ക് നോക്കേണ്ടത് അല്ലാഹുവിന്റെ ചുമതലയാണ് എന്ന് ആണ് നിയമം. ചിന്തിച്ച് നോക്കൂ, അതെല്ലാം വളരെ അർത്ഥവത്താണ്. പക്ഷേ ബദറിന് ശേഷം ഉഹദ് സംഭവിച്ചു. ആ ഉഹദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തളിനിറം വെളിച്ചത്ത് കൊണ്ടു. അതായത് അതിന്റെ അർത്ഥം ബാത്തിലിനെ മറ്റുള്ള ജനങ്ങൾക്ക് വേർതിരിച്ചു കൊടുക്കും, അതിനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കും എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഉള്ള ഇത് നോക്കണം. കണ്ടോ? അന്ന് ഞങ്ങൾ എന്ത് ചെയ്തു? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ യഥാർത്ഥ നിലപാട് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കോഴിക്കോട്ടിൽ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി, പൊതുജനങ്ങൾ സമ്മേളനം വിളിച്ചു കൂട്ടി. ബഹുമാനപ്പെട്ട പാണക്കാട് പൂക്കോയ തങ്ങളവറുകൾ ആണ് അധ്യക്ഷൻ. ബഹുമാനപ്പെട്ട ബാബി തങ്ങളവറുകളും എല്ലാവരും ഉണ്ട്. കാരണം എന്താണ്? അവരെല്ലാം സമസ്തയുടെ മെമ്പർമാരാണ്. സമസ്തയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരാണ് അവർ. വളരെ കാലം മുതൽ ബഹുമാനപ്പെട്ട ബാബി തങ്ങളവറുകളും പാണക്കാട് പൂക്കോയ തങ്ങളവറുകളും വഫാത്താക്കുന്നത് വരെ സമസ്തയുടെ ഉഷാവറാംഗങ്ങളാണ്, വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരാണ്. ഈ യാഥാർത്ഥ്യങ്ങളിൽ അധിക ആളുകൾക്കും അറിയില്ല. എന്നിട്ട് നോക്ക്, അതിൽ നിങ്ങൾക്ക് പലതും മനസ്സിലാക്കാൻ ഉണ്ട്. ആലോചിച്ചാൽ പലതും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. അതായത് അവർ ഇന്ത്യൻ മുസ്ലിം ലീഗിന് നേതൃത്വം നൽകിയിട്ടുള്ള മഹാന്മാരാണ്. ആ മഹാന്മാർ സമസ്തയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരാവുക എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ആരും അതിനെ എതിർത്തിട്ടില്ല. ആലോചിച്ച് നോക്കൂ, ഞാൻ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉണർത്തുന്നുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട മഹാൻ പാണക്കാട് പൂക്കോയ തങ്ങളവറുകൾ
ആ സദസ്സിൽ അധ്യക്ഷനായിരുന്നു. തനിക്ക് സ്വാഭാവികമായി സാധാർത്ഥ്യങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു മനോമാറ്റങ്ങൾ ഉണ്ടാവും. ചില സമയത്ത് ദേഷ്യം വന്നാൽ ആ നിലക്ക് മനോമാറ്റം വന്നുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, ഇവിടെ അഖിലിയും കുകിലിയും നിവിടവല്ല, ഇവിടെ സമസ്തമായി എന്ന് പറയുകയുണ്ടായി. അതിനുശേഷം ആ സാധനം പിന്നെ എവിടെ പോയി എന്നാലും കണ്ടില്ല. അതോടുകൂടി അത് നശിച്ചു. ജനങ്ങളെ വലിച്ചോളൂ. നശിച്ചു എന്ന് പറയുന്നത് ജനങ്ങൾ വലിച്ചോളൂ. ആലോചിച്ച് നോക്കണം. പക്ഷേ അതിലുണ്ടായിരുന്ന ചില കുട്ടികൾ, അതിൽ പ്രവർത്തിച്ചിരുന്ന ചില കുട്ടികൾ, ആ കുട്ടികൾക്ക് പിന്നെന്താണ് എങ്ങുമില്ലാതെ അബ്ദുല്ലാഹിബ്നു ഉബയ്യും വിഭാഗവും ഇസ്ലാമിൽ പ്രവേശിച്ച മാതിരി അവരെന്ത് ചെയ്തു എന്നാൽ മലരുടെ ആ മനസ്സോട് കൂടി അവരെന്ത് ചെയ്തു, സമസ്തകളുടെ മേലെ അണിയിലേക്ക് വന്നു. വന്നാൽ തടയേണ്ടതില്ലല്ലോ. അബ്ദുല്ലാഹിബ്നു ഉബയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞിട്ടില്ലല്ലോ. ആലോചിച്ച് നോക്കൂ. അങ്ങനെ തടഞ്ഞില്ല. പക്ഷേ അന്ന് തലമുതിർന്ന സമസ്തയിൽ ഉള്ള നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, ആ കുട്ടികൾ ഐക്യങ്ങളുടെ പ്രവർത്തനങ്ങൾ സൂക്ഷിക്കണം. അവർ സമസ്തത്തിൽ കേടുവഴി ദുഷ്പേര് ഉണ്ടാക്കി തീർക്കും. അവരുടെ സ്ഥിതി അതാണെന്ന് അവരെ പറ്റി പരിചയമുള്ളവർ അന്ന് ഉണർത്തിയിട്ടുണ്ടായിരുന്നു. ഏതുപോലെ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഫാറൂഖ് തങ്ങളും മറ്റുള്ളവരും അബ്ദുല്ലാഹിബ്നു ഉബയ്യിനെ സംബന്ധിച്ച് മറ്റും ഉണർത്തിയ ക്രമത്തിൽ ഉണർത്തിയിട്ടുണ്ടായിരുന്നു. ശരി, നോക്കാം എന്നുള്ള നിലക്ക് അവർ സമസ്തയിൽ അംഗങ്ങളായ 1972 ആണോ. അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങളിൽ സമസ്തയുടെ പേരും പറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ നടന്നു. കുട്ടികളല്ലേ, നന്നായി കൊള്ളട്ടെ. ഈ സുന്നത്ത് ജമാഅത്തിന് പ്രവർത്തിക്കാൻ ആരുണ്ട്? അതിന് ഒരു യുവ അണി തയ്യാറാവുകയല്ലേ വേണ്ടത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് നോക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം മുറയ്ക്ക് കേരളത്തിൽ നടക്കണമെങ്കിൽ അതിനെ ഒരു യുവ അണി തയ്യാറാവണ്ടേ എന്നും മറ്റുള്ളവരെ കൊണ്ട് കഴിയും എന്ന് മനസ്സിലാക്കി ഞങ്ങൾ അവർക്ക് പ്രവർത്തനത്തിന്റെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തു. ചിന്തിച്ചു നോക്കണം. അങ്ങനെ 1979 അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവരുടെ പ്രവർത്തനത്തിന്റെ ശൈലി ജനങ്ങൾക്ക് രസിച്ചിട്ടില്ല. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആണ് അവർക്ക്. ഏതെങ്കിലും ആവട്ടെ 1979 മാനവസിലാൽ പറഞ്ഞ നിരക്ക് അവരെന്ത് ചെയ്തു, സുന്നി യുവജന സംഘം. അതെന്തിനാണ്? കുട്ടികൾ നന്നാവാൻ വേണ്ടി. ആ സുന്നി യുവജന സംഘം യഥാർത്ഥത്തിൽ ഏർപ്പെടുത്തിയത് എന്തിനാണെന്നറിയുമോ? ഞങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന സമയത്തുള്ള ഉദ്ദേശം കേരളത്തിൽ ഹൈസ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ സന്താനങ്ങളുണ്ട്. ആലോചിച്ച് നോക്കൂ, ചിന്തിച്ച് നോക്കൂ. ഹൈസ്കൂളുകൾ, കോളേജുകൾ, അതിലെല്ലാം പഠിക്കുന്ന സമുദായത്തിന്റെ സന്താനങ്ങൾ. ആ സന്താനങ്ങളെ കൂട്ടിയിണക്കി അവർക്ക് സുന്നത്യമായത്തിന്റെ വഴിക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഉദ്ദേശമാണ് യഥാർത്ഥത്തിൽ അത് രൂപീകരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ആലോചിച്ച് നോക്കണം. അതല്ലേ യഥാർത്ഥത്തിൽ ആവശ്യം. കാരണം ഹൈസ്കൂളുകളിലും കോളേജുകളിലും എന്തെല്ലോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സുന്നത്യമായത്തിന് വിരുദ്ധമായ പലതും ഉണ്ടാവണം. ചില മനുഷ്യന്മാർ എവിടെ നിന്നോ ഒക്കെ പാസ്സായി വന്ന് സുന്നത്യമായത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത് കാരണമാണ് യഥാർത്ഥത്തിൽ ഈ സംഘടന രൂപീകരിക്കാൻ കാരണമായത്. ഹൈസ്കൂളുകളിലും കോളേജുകളിലും ഉള്ള വിദ്യാർത്ഥികൾ, മുസ്ലിം വിദ്യാർത്ഥികൾ, അവരെ കൂട്ടിയിണക്കി സുന്നത്യമായത്തിന്റെ അണി ഭദ്രമാക്കുക എന്നതായിരുന്നു യഥാർത്ഥത്തിൽ അവരുടെ ഉദ്ദേശം. പക്ഷേ 1954 രൂപീകരിക്കപ്പെട്ട ആ സംഘടന ആ വഴിക്കല്ല നീങ്ങി. അത് മറ്റൊരു വഴി. ഹൈസ്കൂളോ അല്ലെങ്കിൽ കോളേജിലോ ഉള്ള സമുദായത്തിന്റെ അംഗങ്ങളെ അവർ സ്പർശിക്കപ്പെടുകയും ചെയ്തത്.
അത് മറ്റൊരു പണിക്ക് മുത്തയത്തിമീങ്ങൾ, ദർസിൽ പഠിക്കുന്ന മുത്തയത്തിമീങ്ങൾ ഇവരെല്ലാം കൂട്ടിയിണക്കി ഒരു കോലാഹലം ഉണ്ടാക്കി തീർത്ത് എന്നിട്ട് ഒരു സിന്ദാബാദ് വിളിക്ക് ഒരുക്കം കൂട്ടുകാരെ തോന്നി. ആലോചിച്ച് നോക്കൂ, വഴിതെറ്റിയത് അത് തെറ്റല്ലേ, തെറ്റിയതല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ദർസിലുള്ള മുത്തയത്തിമീങ്ങളെ, കേരളത്തിലുള്ള ദർസിലുള്ള മുത്തയത്തിമീങ്ങളിൽ അവർ എന്തിനാണ് ഈ അങ്ങാടിയിൽ ഇറക്കി ചിന്താപാർത്ത് വിളിച്ചിട്ട് പല കാര്യമുണ്ട്? ദീൻ അതുകൊണ്ട് നിലനിൽക്കും. ചിന്തിച്ച് നോക്കണം. അതാണോ യഥാർത്ഥത്തിൽ ഇൽമിന്റെ പാരമ്പര്യം? അല്ല. ഞങ്ങളുടെ ഉദ്ദേശം അതായിരുന്നില്ല. അങ്ങനെ 979 എന്ത് ചെയ്തു എന്നാൽ ഇവര് ഒരു പ്രമേയം പാസാക്കി, സ്റ്റേറ്റ് കമ്മിറ്റി ഒരു പ്രമേയം പാസാക്കി സമസ്തയിലേക്ക് അങ്ങോട്ട് അയച്ചു. അവരെ ധാരണ സമസ്തയിലേക്ക് അങ്ങോട്ട് അയച്ചാൽ പിന്നെ അത് പാസാക്കാത്ത സമസ്തക്ക് നിക്കകളി ഉണ്ടാവില്ല എന്നാണ് അവർ മനസ്സിലാക്കിയത്. എന്തുകൊണ്ട്? അത്തരം കിബറായി പോയിരിക്കുന്നു. കണ്ടോ, കിബറാണ് മുഴുവൻ സാധനത്തിന്റെയും മുഴുവൻ ഭാഗത്തിന്റെയും അടിത്തറ കിബറാണ്. കണ്ടോ, അതിനെ സംബന്ധിച്ച് ഈ ആലോചനയിൽ നോക്കുമ്പോൾ അത് എത്രയോ വലിയ അബദ്ധം ആണ്. കാരണം എന്തുകൊണ്ട്? കാരണം മാന്യ മുസ്ലിം സുഹൃത്തുക്കൾ ഈ സദസ്സിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരും വല്ലവരും ഉണ്ടെങ്കിൽ അവരോട് ചിന്തിച്ചു വളരെ നല്ലതാണ്. അബദ്ധം എന്ന് പറഞ്ഞാൽ ഇവിടെ UAE-യിലോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലോ ഉള്ള നിലയല്ലല്ലോ ഇന്ത്യയിൽ ഉള്ള മുസ്ലിം സമുദായത്തിന്റെ. ഇന്ത്യയിൽ മുസ്ലിം സമുദായം ഒരു ന്യൂനപക്ഷമാണ്, ചെറിയ ന്യൂനപക്ഷമാണ് ഇന്ത്യയിൽ. ആ മുസ്ലിം സമുദായത്തിന് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച് അവകാശങ്ങൾക്കുണ്ട്. ആലോചിക്കണോ? അവിടെ മുസ്ലിംകൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് വഴിയോ മറ്റേതെങ്കിലും വഴിയോ അധികാരത്തിലെത്താൻ സാധ്യമല്ല. കാരണം അത്ര ചെറിയ ന്യൂനപക്ഷമാണ്. ഇന്ത്യ ഒട്ടുക്കും നോക്കുമ്പോൾ മുസ്ലിം സമുദായം അത്ര ചെറിയ ന്യൂനപക്ഷമാണ്. പക്ഷേ 1947 ഇന്ത്യ സ്വതന്ത്രയായ ശേഷം രൂപീകരിക്കപ്പെട്ട ഭരണഘടന, ആ ഭരണഘടനയിൽ മുസ്ലിം സമുദായത്തിന് ചില അവകാശങ്ങൾ വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ അവരുടെ മതന്യൂനപക്ഷങ്ങൾക്ക് അവകാശങ്ങൾ വെച്ചിട്ടുണ്ട്. അവരുടെ മതമനുസരിച്ച് അവർക്ക് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും സംഘടിക്കാനും ഈ തരം അവകാശങ്ങൾ ന്യൂനപക്ഷത്തിന് വെച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന. അത് നേടിയെടുക്കൽ സമുദായത്തിന് ആവശ്യമാണ്. ഭരണഘടനയിൽ എഴുത്തുണ്ടായാൽ പോലെ അത് സമുദായം നേടിയെടുക്കണം. ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ അല്പബുദ്ധി പ്രയോഗിക്കുന്നതായാൽ ഈ പറയുന്നതിന്റെ യഥാർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യൻ മുസ്ലിമുകൾക്ക് ഭരണഘടന അനുവദിച്ച് അവകാശങ്ങൾ ഉണ്ട്. ആ അവകാശങ്ങൾ നേടിയെടുക്കണം. അങ്ങനെ അത് നേടിയെടുക്കണമെങ്കിൽ അതിന് വേണ്ടി സംഘടിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ നാം സംഘടിച്ച് പ്രവർത്തിക്കുന്നില്ലാത്ത പക്ഷം നമുക്ക് അത് നഷ്ടപ്പെട്ടു പോകും എന്നതൊരു പരമാർത്ഥമാണ്. കാരണം നിങ്ങൾക്ക് ചിലർക്ക് അത് വേണ്ടല്ലോ. അതുകൊണ്ട് അത് വേണ്ട എന്ന് ഞങ്ങൾ ഒരു ബില്ല് കൊണ്ടുവന്ന് പാർലമെന്റിൽ ഒരു ചെറിയ ബില്ല് കൊണ്ടുവന്നാൽ അത് പാസ്സാവും. ആ പാസ്സായ അത് എതിർക്കുന്ന സമയത്ത് തന്നെ പിന്നെ എന്ത് വരും? ചിലരുടെ നിങ്ങൾ എന്ത് വേണ്ടെന്ന് പറയുന്നത് എന്തിനോ? മുസ്ലിം സമുദായത്തിന് ഇന്ത്യയിൽ ഉള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിന് ഇതാണ് അർത്ഥം. ഇതിൽ അപ്പുറം ഒരു അർത്ഥം മുസ്ലിം സമുദായത്തിലില്ല, രാഷ്ട്രീയത്തിനില്ല. കേട്ടോ, ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് ഈ സമുദായത്തിന്റെ ഭരണഘടന അനുവദിച്ച് ആനുകൂല്യങ്ങൾ വകവെച്ച് തരുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയുണ്ട്? മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അവരോട് നാം സഹകരിക്കുകയും. ആലോചിച്ച് നോക്കൂ, ഇതിലപ്പുറം ഒരു രാഷ്ട്രീയം സമുദായത്തിലില്ല. എന്തിനു നോക്കൂ, അതല്ലേ യഥാർത്ഥത്തിൽ ഈ സമുദായത്തിന്റെ രാഷ്ട്രീയമെന്നത്? അതിൽ കവിഞ്ഞ് ഒരു രാഷ്ട്രീയം മുസ്ലിം സമുദായത്തിന് ഇന്ത്യയിൽ എവിടെയാണ്? ഇല്ല.
പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധി വേണം. ആ നിലക്ക് ആ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഇന്ത്യയിൽ ഉണ്ട്. അത് വളരെ പാടുപെട്ട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ആ സംഘടന ശക്തിപ്പെടുത്തിയും കൊണ്ടാണ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങളും ഇസ്മായിൽ സാഹിബും മറ്റെല്ലാ നേതാക്കളും വളരെ അധികം പണിപ്പെട്ട് വളരെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് കണ്ടാണ് ആ സംഘടന ശക്തിപ്പെടുത്തിയും കൊണ്ടിട്ട് വന്നത്, മുന്നോട്ട് വന്നത്. ആ സംഘടനയിൽ ലക്ഷ്യവും അതാണ്. സമുദായത്തിന് ഭരണഘടന അനുവദിച്ച് അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യം ആണ്. അത് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ ഇവിടെ ഒരു കുമൈലി ആവശ്യമില്ല. ഈ കുമൈലിക്ക് പിന്നെ പല ആവശ്യമുണ്ട്. ആലോചിച്ച് നോക്കൂ. ഇതിന്റെ പേര് എന്താണ്? സമസ്തത്തിൽ നിന്നൊരു രാഷ്ട്രീയം. അപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയങ്ങൾ, ആ രാഷ്ട്രീയങ്ങൾ ഒട്ടും തന്നെ അതൊക്കെ തള്ളി പറഞ്ഞതാണ്. സമസ്തക്ക് സ്വന്തം ഒരു രാഷ്ട്രീയം, അതായത് ആ സമസ്തയിലെ അംഗങ്ങളാണ്. അതിന്റെ മുമ്പ് ആ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരൊക്കെ സമസ്തന്റെ അംഗങ്ങളുമാണ്. അതിനെല്ലാം പുറമെ ഒരു രാഷ്ട്രീയ വിജയം, ഒരു രാഷ്ട്രീയ നിലപാടിൽ സമസ്ത സ്വീകരിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഒരിക്കലും തന്നെ ആവശ്യം ഇല്ല എന്നാണ് പരമാർത്ഥം. വളരെ വേദനാജനകമായ ഒരു നീക്കമല്ലേ അത്. ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഐക്യം, ആ ഐക്യം തകർത്തുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കണം എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് വന്നാൽ സ്ഥാനാർത്ഥികൾ അന്തരം എന്നിട്ട് കോലാഹലങ്ങൾ ഉണ്ടാക്കലും ചിന്താബാദ് വിളിക്കലും ഇതൊന്നും സമസ്ത മുമ്പ് ചെയ്തിട്ടുള്ളതല്ല. ആ രംഗത്തിൽ കൂടിയിട്ടല്ല പ്രവർത്തിച്ചു പോകുന്നത്. ഇതെല്ലാം കടുത്ത യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ 4-5 കുണ്ടന്മാരുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? ഒരു സാധനം ഉണ്ടാക്കി, MDP എന്നൊരു സാധനം ഉണ്ടാക്കി. അതില്ലേ അതുണ്ടാക്കി എന്നിട്ട് അതിന്റെ ഒരു മൗലവിനെ തലപ്പത്ത് വെച്ച് എന്നിട്ട് ഓനെ സ്ഥാനാർത്ഥിയായി നിർത്തി. എന്നിട്ട് ഓന്റെ കാലാരണപ്പെട്ട് ഓന്റെ സർവവും നഷ്ടപ്പെട്ടു. വയ്യ അതിന് പോയി. ഇപ്പം വേറൊരു പണം തീർത്ത് ഒരുത്തനെ സ്ഥാനാർത്ഥിയാക്കി ഒരു പോയി. അപ്പൊ സാധനപ്പോ എവിടെ പോയി എന്നിട്ട് കാണാനും ഇല്ല. കണ്ടോ? ഇതൊക്കെ ആരാണ്? പണി വെറുതാണ്. ഇത് സലാമിന്റെ മസ്ജിദും അല്ല സാഹിബേ. സാഹിബേ ഈ എന്ത് സാഹിബാണ്? ഇതാണ് സലാമിന്റെ മസ്ജിദ്. അത് ആലോചിച്ച് നോക്കും. വല്ലാത്തൊരു സാഹിബുണ്ട്. ഒരു ദൂരില്ലാത്ത ആളുകൾക്ക് ശുദ്ധ ഹൃദയന്മാരായ ആളുകൾ എടുത്ത് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിക്കും. ആലോചിച്ച് നോക്കൂ. എത്ര ഗുരുതരമായ നീക്കങ്ങളാണ് അവരുടേത് എന്ന് മാന്യ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ പരിപൂർണമായും വിശ്വസിക്കുകയാണ്. അത് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഇന്ത്യൻ മുസ്ലിംകളെ ആകമാനം വേദനിപ്പിച്ച മറ്റൊരു സംഭവം ഇന്ത്യയിൽ ഉണ്ടായി. ഇന്ത്യയിൽ ഉള്ള മുഴുവൻ മുസ്ലിം സമുദായത്തെയും ആകമാനം വേദനിപ്പിച്ചതാണത്. അതെന്തായെന്ന് വെച്ചാൽ, പണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് അവര് ക്രിസ്ത്യൻ ചിന്താഗതിയും പാശ്ചാത്യ രീതിയും ഇന്ത്യൻ കോടതികളിൽ നടപ്പിൽ വരുത്താൻ വേണ്ടി, പൊതു നിയമമായി നടപ്പിൽ വരുത്താൻ വേണ്ടി ഉരുമ്പെട്ടു. ഭരണകർത്താക്കളാണല്ലോ അവര്. അങ്ങനെ ഉരുമ്പെട്ടപ്പോൾ ഇന്ത്യൻ മുസ്ലിംകൾ അവരുടെ നേതാക്കൾ ഉണർന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് പറയുകയുണ്ടായി, ഞങ്ങളുടെ മതത്തിൽ കൈവെക്കരുത്. അത് കൈവച്ചാൽ സംഗതി പറയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വല്ല കേസും കോടതിയിൽ വന്നെത്തിയാൽ മുസ്ലിം സമുദായത്തിന്റെ ഒരു മുസ്ലിമും തമ്മിൽ, മുസ്ലിമും അമുസ്ലിമും അല്ല കേസ് പറഞ്ഞു, ഒരു മുസ്ലിമും തമ്മിൽ
വല്ല കേസും കോടതിയിൽ വന്നെത്തിയാൽ മുസ്ലിം ശരീഅത്ത് നിയമം ഉണ്ട്, അതിനനുസരിച്ച് മാത്രമേ വിധിക്കാൻ പാടുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒറ്റ ഉദാഹരണം നിങ്ങളുടെ മുമ്പിലുണ്ട്. മുസ്ലിം കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടു, അയാളുടെ സ്വത്ത് ഭാഗിക്കണം, മക്കൾക്ക് ഭാഗിക്കണം. എന്നാൽ എങ്ങനെ അവർ തർക്കമായി ആ വിഷയം കോടതിയിൽ വന്നെത്തി. അങ്ങനെ വന്നെത്തുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മുസ്ലിം ശരീഅത്ത് നിയമം അനുസരിച്ച് ആൺകുട്ടിക്ക് ഇത്ര വേണം, പെൺകുട്ടിക്ക് ഇത്ര വേണം എന്നാണ് ഹർജി തയ്യാറാക്കുന്നത്. അതനുസരിച്ച് മാത്രമേ കോടതി വിധിക്കുകയുള്ളൂ. നേരെ മറിച്ച് അമുസ്ലിംകളുടെ സ്വഭാവം അതല്ല. അവർക്ക് മറ്റൊരു നിയമം കണ്ടോ. അങ്ങനെ 1936 ബ്രിട്ടീഷ് ഗവൺമെന്റ് മുസ്ലിം സമുദായത്തിന്റെ അവകാശം വകവെച്ചുകൊണ്ട് ശരീഅത്ത് ആക്ട് പാസ്സാക്കി. ആ ശരീഅത്ത് ആക്ട് അനുസരിച്ചാണ് മുസ്ലിം സമുദായത്തിന്റെ കാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഇന്ത്യയിൽ നടന്നുകൊണ്ട് നിൽക്കുന്നത്. കോടതിക്ക് അതിനെ മറികടക്കാൻ യാതൊരു അധികാരവുമില്ല. മറികടന്ന് ഒരു വിധി നൽകിയാൽ അത് സാധുവല്ല. അത് മുസ്ലിം സമുദായത്തിന്റെ അഭിമാനമാണ്. ഇന്ത്യൻ ഭരണഘടന അത് അനുവദിച്ചതും ആണ്. പക്ഷേ ഇന്ത്യയിൽ അതിനെതിരായിക്കൊണ്ട് പ്രക്ഷോഭങ്ങൾ പലരും നടന്നിട്ടും. അങ്ങനെ ആ പ്രക്ഷോഭത്തിന്റെ ഫലമായി കൽക്കത്ത ഹൈക്കോടതിയിൽ ഒരു കേസ് കൊല്ലാൻ പോകുന്നു. എന്താണ് ആ കേസ്? ഖുർആൻ വിദേശ സാധനമാണ്, അത് ഇന്ത്യന്റെ സാധനമല്ല, അത് ഇന്ത്യന്റെ പുറത്തു നിന്ന് ഇന്ത്യയിലേക്ക് അത് കടത്തി കൊണ്ടുപോകുന്ന സാധനം ആണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ആ ഖുർആൻ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് കേസ്. കണ്ടോ എത്ര മാത്രമുണ്ട്. അത് വിദേശ ചരക്കാണ്, ഡ്യൂട്ടി കൂടാതെ ഇങ്ങോട്ട് എത്തിയതാണ്, അതുകൊണ്ട് അത് നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേസിൽ കൽക്കത്തായി കൊടുത്തു. ഏതിനാ? ഖുർആൻ. അവിടെ എത്തി ചിന്താഗതി. കൽക്കത്ത ഹൈക്കോടതി ആണെങ്കിൽ അത് നിവൃത്തിയില്ലല്ലോ, നിയമം അനുവദിക്കില്ലല്ലോ, അതുകൊണ്ട് ആ ഹർജി തള്ളിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ സുപ്രീം കോടതി ഒരു കേസിൽ വിധി പ്രസ്താവിച്ചുകൊണ്ട് അതിന്റെ വിധിന്യായത്തിൽ ഇന്ത്യ ഗവൺമെന്റിനോട് ശുപാർശ ചെയ്ത് പറഞ്ഞു, ഇന്ത്യയിൽ മുസ്ലിം നിയമം അമുസ്ലിം നിയമം രണ്ട് നിയമം, ആ രണ്ട് നിയമത്താണ് കോടതിയിൽ അത് അരുത്, ഒരു നിയമം ഏക സിവിൽ കോഡ് ഇവിടെ നടത്തണമെന്ന ശുപാർശ ഇന്ത്യന്റെ സുപ്രീം കോടതി. ആലോചിച്ച് നോക്കൂ, വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇന്ത്യൻ പാർലമെന്റിന്? അവിടെ ഭൂരിപക്ഷം ആരാണ്? ഒരു ബില്ല് കൊണ്ടുവന്ന് അത് പാസ്സാക്കിയെടുക്കാൻ ഇന്ത്യൻ പാർലമെന്റിന് എന്താണ് പ്രയാസമുള്ളത്? ഒരു പ്രയാസവും ഇല്ല. ആ സമയത്താണ് മുസ്ലിം നേതാക്കൾ, അവിടെയുള്ള മുസ്ലിം നേതാക്കൾ കക്ഷി വ്യത്യാസം മറന്നു. മുസ്ലിം ശരീഅത്ത്, ആ ശരീഅത്തിന്റെ ആക്ട് അത് ഭേദഗതി ചെയ്യാൻ പാടില്ല, അതിൽ കൈകടത്തരുത്. അത് കൈകടത്തിയാൽ ഇന്ത്യയിൽ ഉള്ള 15 കോടി മുസ്ലിംകൾ ഷഹീദാകും, അവർക്ക് ഒരിക്കലും അതനുവദിക്കില്ല എന്ന് നിലവിലുള്ള ഗവൺമെന്റിനോട് പറഞ്ഞു. അവരെന്ത് ചെയ്തു എന്നാൽ മുസ്ലിം സമുദായത്തിന്റെ അഭിപ്രായം അവന് ശേഷമല്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് വാദിച്ചു. ആ സന്ദർഭത്തിലാണ് മൗലാന അബുൽ ഹസൻ അലി നദ്വി, ഒരു പക്ക ഹനഫിയാണ് അദ്ദേഹം. ഈ സദസ്സിലുള്ള വല്ല എലിമിന്റെ അധികാരം ഉണ്ടെങ്കിൽ അവർ വളരെ സൂക്ഷിച്ചുകൊള്ളട്ടെ. ഏറ്റവും വലിയ തെരീഖത്തിന്റെ, അക്ഷബന്ധി തെരീഖത്തിന്റെ മഹാനാണ്, പക്ക ഹനഫിയാണ് അബുൽ ഹസൻ അലി നദ്വി. ആ നിലക്കുള്ള മഹാന്റെ നേതൃത്വത്തിൽ ലോകപ്രസിദ്ധനായ ആലിമും ആണ് അദ്ദേഹം. അറബ് രാജ്യങ്ങളിലെല്ലാം തന്നെ അബുൽ ഹസൻ അലി നദ്വിയുടെ പേര് കേട്ടാൽ ആരും തന്നെ അത് അനുവദിക്കും. ആ നിലക്കുള്ള വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ മുസ്ലിംകൾ മുഴുവൻ തന്നെ സംഘടിച്ചു, മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് രൂപീകരിച്ചു, ശരീഅത്തിനെ നിലനിർത്താൻ വേണ്ടി ആഹ്വാനം ചെയ്തു.
സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രമേയങ്ങൾ പാസാക്കി ഇന്ത്യ ഗവൺമെന്റിന് ഫണ്ട് തന്നെ അയച്ചിട്ടുമുണ്ട്. ശരിയാത്തിൽ ഒരക്ഷരം വ്യത്യാസപ്പെടാൻ പാടില്ലെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുൻകൂട്ടി ആ കാര്യം കണ്ട് അയച്ചിട്ടും ഉണ്ട്. ആലോചിച്ച് നോക്കൂ. അങ്ങനെ മഹാനായ അബുൽ ഹസൻ അലി നദ്വി കേരളം സന്ദർശിച്ചു. ഈ ആവശ്യത്തിന് വേണ്ടി കേരളം സന്ദർശിച്ചു. അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ പ്രചരണ സൗകര്യം ചെയ്തു കൊടുത്തത് ആരാണ്? മുസ്ലിം ലീഗാണ്. കാരണം എന്തുകൊണ്ട്? ഇവിടെ 90% മുസ്ലിമുകളും ആ സംഘടനയുടെ പിന്നിലല്ലേ. പാലക്കാട്ട് തങ്ങന്മാര് അതുപോലുള്ള മഹാന്മാര് അവരുടെ പിന്നിലല്ലേ. ഇത് 90% മുസ്ലിമുകളും അവരുടെ പിന്നിൽ അല്ലേ. അപ്പൊ അവരല്ലേ അത് ചെയ്യേണ്ടത്. വേറെ ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടല്ലോ, അത് രാഷ്ട്രീയ കാര്യവുമല്ലല്ലോ. അത് ഉണ്ടോ? അന്ന് ഇന്ത്യയിൽ മുസ്ലിം ശരീഅത്തിനെ അപഹസിച്ചുകൊണ്ട് അതിനെ പരിഹരിച്ചുകൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്തു? അതിനെ പ്രഖ്യാപനങ്ങൾ നടത്തി പലരും പറഞ്ഞു. പക്ഷേ മുസ്ലിം ലീഗും മുസ്ലിം സമുദായവും എന്ത് ചെയ്തു? അതിനെ കഠിനമായ നേരിട്ടു. കണ്ടോ? അങ്ങനെ നിരീശ്വരവാദികൾ പലരും അതിനെ ആക്ഷേപങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ മഹാനായ അബുൽ ഹസൻ അലി നദ്വിയുടെ സന്ദർശനം, കേരളത്തിൽ ഉള്ള സന്ദർശനത്തിന് കോഴിക്കോട് വലിയ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. ആ മീറ്റിംഗ് സംഘടിപ്പിച്ചപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉത്തരവാദിത്വമാണത് യഥാർത്ഥത്തിൽ, അല്ലേ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ്. മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ഈ സമുദായം നിലകൊള്ളണം എന്നത് സമസ്തയുടെ ഏറ്റവും മഹത്തായ ലക്ഷ്യമാണ്. ശരീഅത്ത് എന്ന് പറഞ്ഞാലും അതാണ്. മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ഈ സമുദായം നിലകൊള്ളണം എന്നത്. ഞാൻ അതിനെ സംബന്ധിച്ച് കൂടുതൽ നിങ്ങളോട് സംസാരിക്കുന്നതിപ്പോൾ അങ്ങനെ വരാൻ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പിന്നെ എന്ത് ചെയ്യണം? അതിനോട് യോജിക്കുകയല്ലാതെ, അതിൽ സഹകരിക്കുകയല്ലാതെ മദ്ഹബ് നിലനിൽക്കണം. മഹാന്മാരായ മദ്ഹബിന്റെ മഹാന്മാരായ അയിമത്ത് ഇമാമുകൾ അവരുടെ നിലപാട് സ്വീകരിക്കണം. ആ നിലക്ക് മുസ്ലിം സമുദായം ജീവിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറ. അതിന് വേണ്ടി പാടുപെടുന്ന മഹാന്മാർ, ആ മഹാന്മാരെ സഹായിക്കാനും അവർക്ക് വേണ്ട സഹകരണങ്ങൾ നൽകുകയും ചെയ്യുകയും സമസ്തയുടെ കഠിനമായ അവകാശം നൽകി. അത് ചെയ്യുകയും ചെയ്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ യോഗം അത് അംഗീകരിക്കുകയും ചെയ്തു. യോഗം ചേർന്നത്. പക്ഷേ അതിൽ കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളിൽ ശരീഅത്തിനെ അപലപിച്ചിട്ടുണ്ടല്ലോ, ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. അവരെ പീഡിപ്പിക്കണം, അവരെ സന്തോഷിപ്പിക്കണം. എന്നാൽ മാത്രമേ ഇനി സമസ്ത ഇനി രാഷ്ട്രീയം നിലപാട് ഞങ്ങൾക്ക് വകവയ്ക്ക് തരില്ല. ഇനി ഞങ്ങൾ പോകുക. എങ്ങോട്ട് പോവുകയാണ്? അങ്ങോട്ട്. അതാ പിന്നീട് ചിന്താഗതി ഉണ്ടായി. ആലോചിച്ച് നോക്കാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഞങ്ങൾക്ക് എന്ത് ചെയ്യൂല, ഒരു രാഷ്ട്രീയ നിലപാട് വകവയ്ക്ക് തരില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകാം, ഇടത്തോട്ട്. കണ്ടോ? ഞങ്ങൾ അസ്ഹാബ് ഷിമാലിൽ പെടുക, അസ്ഹാബുൽ യമീൻ ആവുക. ആലോചിച്ച് നോക്കൂ. അങ്ങനെ പ്രഖ്യാപനം ചെയ്തു. ഒന്നാമത്തെ ഫത്വ എന്താണ്? ഒന്നാമത്തെ ഫത്വ സുന്നികൾക്കാരും ആർക്കും തന്നെ ജായിസല്ല. എന്ത് ജായിസ്? അബുൽ ഹസൻ അലി നദ്വിക്ക് സഹായ സഹകരണങ്ങൾ ഈ ശരീഅത്തിന്റെ കാര്യത്തിൽ ചെയ്യൽ ജായിസല്ല. ഫത്വ. ഈ ഫത്വ ചെയ്തവനെ എന്താ ചെയ്യുന്നത്? എന്നിട്ട് ഇവിടെ വന്നിട്ട് സലാമിന്റെ മസല എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇത് സലാമിന്റെ മസല. ഇതാണോ സലാമിന്റെ മസല? എന്താണ് ഇത് മസല? ആരും നോക്കും. കളവ് പറയുന്ന ഇതിന് ഒരു അതിർത്തി വേണം. ജനങ്ങളെല്ലാം തന്നെ കഴുതകളാണ്. ചിലര് കൈന്ത്യാവും, അത് എന്റെ കൂടെ ഉണ്ടാവും.
അല്ലാത്തവർ എന്നെ കരുതിയില്ല. എന്ത് നോക്കൂ, എന്താണ് ഇത് ഈ കാര്യം എന്താണ് ആലോചിച്ചോ. എത്ര ഗുരുതരമായ സംഗതിയാണത്. ഭാഗ്യവശാൽ 947 ശേഷം ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായ ഏറ്റവും മഹത്തായ ഒരു നേട്ടം ആയിരുന്നു അത്. പാർലമെന്റിൽ ആ കാര്യം നിർത്തിവെച്ചു. അതിപ്പം അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലാന്ന് ഗവൺമെന്റ് പറഞ്ഞു. എന്തുകൊണ്ട്? മുസ്ലിം സംഘടന ശക്തി, ആ ശക്തി ഈ കാലത്തിൽ വന്നു. ചെറിയ നേട്ടമാണോ അത്? ആലോചിച്ച് നോക്കൂ. അവിടെ യഥാർത്ഥത്തിൽ ആ പ്രഖ്യാപനം ചെയ്യാൻ കാരണം, അങ്ങനെ ഫത്വ പുറപ്പെടുവിക്കാൻ കാരണം എന്താണ്? ഒരു ന്യായവും ത്തിന്റെയും അടിസ്ഥാനത്തിൽ അല്ല. അത് തനിക്ക് രാഷ്ട്രീയ ചിന്താഗതി, അതായത് മുസ്ലിം ലീഗും ഇത് ശരീഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഞങ്ങൾക്കൊരു പ്രത്യേക രാഷ്ട്രീയ നിലപാട് വകവയ്ക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങളിനി അങ്ങോട്ട് പോകും. ഇതല്ലാതെ മറ്റെന്താണ്? കുട്ടികളോട് ചിന്തിച്ച് നോക്കൂ. അതിന് വേണ്ടി അവരെ പ്രീണിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും ചെയ്തതല്ലേ ഈ പ്രവൃത്തി? ആലോചിച്ച് നോക്കൂ. ഇനി നിങ്ങൾക്ക് അതിനെപ്പറ്റി സംശയം തോന്നുമെങ്കിൽ അനന്തര സംഭവങ്ങളെ പറ്റി ചിന്തിക്കും നോക്കാം. ഇതിന് ശേഷം പിന്നെയുള്ള അനന്തര സംഭവങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആലോചിച്ചോ. അനന്തര സംഭവങ്ങൾ ആ കാര്യങ്ങൾക്ക് ശേഷം പിന്നീട് അസംബ്ലി ഇലക്ഷൻ വന്നു. കണ്ടോ? പഞ്ചായത്ത് ബോർഡ് ഇലക്ഷൻ വന്നു. ആ സമയത്തെല്ലാം തന്നെ ഈ ഫത്വക്കാർ, ഈ ഇടത്തോട്ട് നീങ്ങിയ ഫത്വക്കാർ അവരെന്ത് ചെയ്തു എന്നാൽ സമുദായത്തിന്റെ സംഘടന പൊളിക്കാൻ വേണ്ടി ആവുന്നതൊക്കെ പരിശ്രമിച്ചു. സുന്നത്യമായ സുന്നിന്റെ പേരും പറഞ്ഞു. അതല്ലേ യഥാർത്ഥത്തിൽ ചെയ്തത്? സമുദായത്തിന്റെ സംഘടിത ശക്തി തകർക്കാൻ വേണ്ടി അവർ ചെയ്യാത്ത കാര്യം എന്താണ്? അതെല്ലാം തന്നെ സുന്നി എന്ന പേര് പറഞ്ഞുകൊണ്ട്. ഏതാണ് ആ സുന്നി? നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. കുന്നമംഗലത്ത് ബാലൻ വൈദ്യർ ഒരു സ്ഥാനാർത്ഥി, രാമൻ മാസ്റ്റർ മറ്റൊരു സ്ഥാനാർത്ഥി. അതിൽ ബാലൻ വൈദ്യർ സുന്നി. സലാമിന്റെ മസ്ജിദാണ്. ഇതാണ് സലാമിന്റെ മസ്ജിദ്. ഉടുപ്പിൽ വേണം മനുഷ്യന്, കുറച്ചൊരു ഉടുപ്പ് വേണം. ഉടുപ്പില്ലെങ്കിൽ എന്തും ആവാമില്ല. ആലോചിച്ച് നോക്കൂ. ഇത് സലാമിന്റെ മസ്ജിദാണ്. ഇത് ഈ മസ്ജിദ് എന്താണ്? അങ്ങനെ സമുദായത്തിന്റെ സംഘടിത ശക്തി, സമുദായത്തിന്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി ആവുന്നത് മുഴുവൻ പ്രവർത്തിച്ചു. അതും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെയത്തെ അനന്തര സംഭവം. ആ സമയത്തെല്ലാം തന്നെ യഥാർത്ഥത്തിൽ അവരെ പുണ്യവിളിച്ച് പുറത്തുള്ളതാണ് ഞങ്ങളെ ചെയ്തതിന് കാരണം. ഒന്നും കൂടി നോക്കാമല്ലോ, മനുഷ്യനെ നന്നായിക്കോളി, നന്നാക്കാൻ നോക്കുക. മാനവൃത്തിയാൽ പറഞ്ഞാൽ കണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ പിന്നീട് ഒരു എറണാകുളത്ത് ഒരു സുന്നി, അപ്പോഴത്തെ സുന്നി ഇവരുടെ സംഘം ഈ ഫത്വയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം എന്തോന്നായിട്ടുണ്ട്. എറണാകുളത്ത് ഒരു സ്റ്റേറ്റ് സമ്മേളനം സുന്നി യുവജന സംഘത്തിന്റെ നടക്കാൻ പോകുന്നുണ്ട് എന്നൊരു പ്രചാരണം. ആരും അറിയില്ല, ഒരു തന്നെ സ്വന്തം. അതിൽ അവരുടെ സുന്നികളാരും അറിയില്ല. തൃശ്ശൂരോ ആ മേഖലയിലെ സുന്നി അവർക്ക് ദേഷ്യം വന്നു. അവരെന്ത് ചെയ്തു? ജനുവരി 15 ഒരു സമ്മേളനം അവർ സംഘടിപ്പിച്ചു. മറ്റേ ജനുവരി 22 നോക്കൂ. കുഴപ്പത്തിന് വേറെ വല്ല വഴിയുമ്പോൾ ഞങ്ങൾ അവർ 2 കക്ഷിയും വിളിച്ചു. ഇത് ചെയ്യരുത്, സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കരുത്, നാശമുണ്ടാക്കരുത്. നിങ്ങൾ ഇനിയെങ്കിലും ഈ പ്രവർത്തനം സമ്മേളനം നടത്തണമെങ്കിൽ നമുക്ക് നടത്താം. അത് ജനുവരി 29 എല്ലാ കക്ഷികളും ചേർന്നുകൊണ്ട് ഒരു സമ്മേളനം നടത്താം. നോക്കൂ, ദീനിന്റെ ആളുകൾക്ക് എത്ര സന്തോഷകരമാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ആലോചിച്ച് നോക്കൂ. അത് പുറമേ സമ്മതിക്കാതിരിക്കാൻ നിവൃത്തില്ലല്ലോ. അങ്ങനെ സമ്മതിച്ചു, താഴെ ഇറങ്ങിപ്പോയി, അതിന് ബഹളം കൂട്ടി, കുഴപ്പം കൂട്ടി, അതിനെ പറ്റി വിശദമായ ചർച്ചയ്ക്ക്
വെച്ചിരുന്ന ദിവസം ഇവരാരും അവിടെ വന്നില്ല. എന്നിട്ട് അത് മാത്രമല്ല, അവിടെ വേണമൊക്കെ ഉണ്ടാക്കി സമസ്തന്റെ ആവശ്യത്തിൽ മഹത്തായ സമസ്തയില്ല കണ്ടോ. അതും കഴിഞ്ഞു. പിന്നെ ജനുവരി 22 സമ്മേളനം, ജനുവരി 9 മലയാള മനോരമ എടുക്കുന്നത് നോക്കി. കേരളത്തിൽ ഉള്ള മറ്റ് പ്രസിദ്ധീകരണങ്ങൾ എടുത്ത് നോക്കി. അത് ഞാൻ പറയുന്നത് വെറും ചന്ദ്രിക എന്നെ കുറ്റം പറയുന്നത് അത് അല്ല. എന്താണ് അതിൻ്റെ? കോഴിക്കോട്ടുനിന്ന് പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിൽ ഫത്വ എന്താണ് ഫത്വ? ഈ ഒരു സുന്നിക്ക്, ഈ ഏത് സുന്നിയായാലും ആ സുന്നിക്ക് കമ്മ്യൂണിസ്റ്റ് ആവാം. മതിയല്ലോ. ആലോചിച്ച് നോക്കൂ. ഇപ്പൊ എന്തായത്? നിങ്ങളൊരു പക്ഷേ ഞങ്ങളാ ചീത്ത പറയൂ, ഇതെന്തിന് വെച്ചുകൊണ്ട് തിന്നുന്നത് കണ്ടോ. അങ്ങനെ എന്ത് ചെയ്തു? ജനുവരി അതിന്റെ മുമ്പ് എന്താ ഉണ്ടായത്? മുമ്പ് പിന്നെ ഡിസംബർ 1 തീയതിക്ക് ഞങ്ങൾ ഒരു മീറ്റിംഗ് വിളിച്ചു, സമസ്ത നിമിഷമാണ്. അപ്പോഴൊക്കെ എന്ത് ചെയ്തു? കോടതിയിൽ ചെന്നിട്ട് അതിനൊരു സ്റ്റേ. ഇതൊക്കെ നിങ്ങൾ പേപ്പർ മുഖേന ആര് ഈ ശുന്യ ചെയ്യുന്നത്? എന്തിന്? ഇതാലോചിക്കാനാണ്. പക്ഷേ ആ സ്റ്റേ തള്ളിപ്പോയി. 1 അല്ല 2 അല്ല 3 ഒക്കെ തള്ളിപ്പോയി. ഞങ്ങള് സമസ്തന്റെ മുഷാവയോഗം വിളിച്ചു. എന്നിട്ട് ആ വിളിച്ചു, അവർക്ക് എന്താ നോട്ടീസ് കൊടുത്തു, വന്നു. പക്ഷേ അതിന്റെ അന്ന് 4ാമത്തെ കോടതിയിൽ സ്റ്റേ തള്ളിയ വിവരം എത്തിയപ്പോൾ 4 ആളുകൾ ഇറങ്ങി. കണ്ടോ. ഒരു ഇവനും ഒരു തങ്ങയും വേറെ 1-2 ആളും. ഏതാ തങ്ങ നിങ്ങൾക്കറിയാലോ. ഏതാണ് ഇവൻ? ഔണ്ട് ഞാൻ പറയുന്നുണ്ടോ? അൽഹംദുലില്ലാ ഭാരം പോയി. അങ്ങനെ പോയി. എന്നിട്ട് എറണാകുളത്ത് സമ്മേളനം നടന്നു. എന്ത് സമ്മേളനം? സുന്നി സമ്മേളനം. എന്താ സുന്നി? ആ സുന്നി സമ്മേളനം നടന്നേ ആ സ്ഥലത്ത് നിങ്ങളാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവര് തുണിയൊന്ന് പൊന്തിച്ചു നോക്കിയാൽ സുന്നത്ത് കഴിച്ചില്ലാതെ കാണാം. സുന്നത്ത് കഴിക്കാത്ത സുന്നി. അള്ളാഹു അക്ബർ. അള്ളാന്ന് പറയാനാണ് അള്ളാഹു അക്ബർ. ഇതെന്തിനാണ് ഈ ജാതി പണിയെടുക്കുന്നത്? എന്നിട്ട് കളവെന്തിന് പറയുന്നത്? കളവെന്തിനൊക്കെ പറഞ്ഞു നടക്കുന്നത്? ഒരു മുസ്ലിമെ ചേർത്താൽ, ഒരു എന്റെ അധികാരത്തിൽ ചേർത്താൽ ആലോചിച്ച് നോക്കൂ. ഇന്ന് പിന്നെ അതും കഴിഞ്ഞു. അങ്ങനെ പിന്നെ പോയിട്ട് എന്തായി? പിന്നെ ഫുൾ സുന്നി, മുഴുവൻ സുന്നി, അവൻ മാത്രം സുന്നി, അവനും അവന്റെ കൂടെ 3-4 ആളും മാത്രം സുന്നി, വേറെ ആരും സുന്നിയില്ല. ഇത് എത്ര കാലം നടക്കും? എത്ര കാലമാണ് നടക്കുന്നത്? പണ്ട് ഒരു കാക്ക പറഞ്ഞു, എന്താ കാക്ക? ഞാൻ കാക്ക കൊടുത്തു. എന്താ കാക്ക? ഇങ്ങനെ രാത്രി 12 മണി കഴിഞ്ഞാൽ ഒരു കുറുക്കൻ ഇങ്ങനെ ഒച്ചടും, വേറെ 2-3 അതിന് കൂടെ ഒച്ചടും. അതെന്താണത്? ഈ ആ സമയം നോക്കിയിട്ട് വരും. അത് ഞാൻ ചെറുപ്പത്തിൽ ഇതാ പോകുന്ന സമയം. അപ്പോ കാക്ക എന്നോട് പറഞ്ഞു, അത് കേൾക്കണോ? അത് ഒരു കുറുക്കനെ രാത്രി 12 മണി കഴിഞ്ഞാൽ 2 കാലുകൾ എഴുതിയിട്ട് നിൽക്കും. എന്നിട്ട് രാജൊക്കൻ്റെതാണോ എന്ന് വിളിച്ചു പറയും. മറ്റുള്ള കുറുക്കന്മാര് ഓന്റെ കൂടുതൽ 2-3 കുറുക്കന്മാർ ഒക്കെ 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 ഇതാണ് കുട്ടികാരെ പറയുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അന്ന് ചെലവ് കുടിക്കുകയുള്ള മൂപ്പരാ പറഞ്ഞത്. ഞാൻ മൂപ്പര തമാശാക്കിയതാണ് ചോദിച്ചത്.
അത് തന്നെ വേറെ എന്താണ് അർത്ഥമുള്ളത്? വേറെ വല്ല അർത്ഥത്തിനുണ്ടോ? അതും കഴിഞ്ഞു, ആ സംഗതി എല്ലാം കഴിഞ്ഞു. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ പിന്നെ പാർലമെന്റ് ഇലക്ഷൻ വന്നു. അപ്പം മൂപ്പർക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് ഇബ്രാഹിം സുലൈമാൻ സേട്ടുവിനെ ഇപ്പം തോൽപ്പിക്കണം, എന്നിട്ട് വരുന്ന ഇലക്ഷനിൽ എനിക്ക് MP ആവണം. അതിലെന്ത് ചെയ്തു എന്ന് വെച്ചാൽ പാർലമെന്റ് ഇലക്ഷൻ അത് മലപ്പുറം ജില്ലയിലും അത് പൊന്നാനിയിലും എല്ലാം തന്നെ എന്ത് ചെയ്തു? അത് പോലീസിന്റെ കൂടാ, അല്ലെങ്കിൽ പിന്നെ അത് സാധിക്കൂല. നമ്മൾ ഒരു കയ്യിൽ സ്വർഗവും ഒരു കയ്യിൽ നരകവും തലയിൽ അറുപത് കൗസവും എന്നിട്ട് നാട് മുഴുവൻ ഒരു ചുറ്റിച്ച് എന്ത് പറഞ്ഞു? ലീഗിനെ തറപറ്റിക്കണം, മുസ്ലിം ലീഗിനെ അതിന് തറപറ്റിക്കണം, മുസ്ലിം ലീഗിനെ തറപറ്റിക്കുന്നവർക്ക് സ്വർഗം, അതിൽ വോട്ട് ചെയ്യുന്നവർക്ക് നരകം. പെണ്ണുങ്ങളെ നിങ്ങൾ ആഹാരം തന്നെ ലീഗിന് വോട്ട് ചെയ്തു പോയാൽ അബ്ദുൽ കൗസറിന്റെ നിലയിലാണ് ഞാൻ തരൂല. എന്താണ് മട്ടം? എന്താണ് ഇതിന്റെ മട്ടം? ഇതാണ് ഇതിന്റെ മട്ടം. എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ലോകത്തിൽ ഇതുപോലൊരു സാധനം ഉണ്ടായിട്ടുണ്ടോ? ലോകത്തിൽ 5 അത്ഭുതങ്ങളെന്നാണ് ചരിത്രം പറയുന്നത്. 6ാമത്തെ അത്ഭുതമാണ് ലോകത്തിൽ. എന്താണ് ഇതിന് അർത്ഥമുള്ളത്? എന്നിട്ട് ഇപ്പൊ അങ്ങനെ അബ്ദുൽ കൗസറായിട്ട് എന്നങ്ങനെ നടക്കാപ്പോ ഇല്ല. എന്തിനാണ് ചില വീരന്മാർ എന്റെ വയ്യ അബ്ദുൽ കൗസർ കുടിക്കാനാ എന്റെ വയ്യ കൂടി? മലിക്കുൽ ജബ്ബാറായ ലാൽസീതായ തമ്പുരാനെ ഫിത്ന. പക്ഷേ കണ്ടില്ലേ, ഞാൻ പറഞ്ഞിട്ടൊക്കെ സത്യം. അതായത് ഫിത്ന വരും, ബാത്തിൽ വരും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിന്റെ ചരിത്രം ജനങ്ങൾ കാണിച്ചു കൊടുക്കും. അതിന് സന്ദർഭം ഉണ്ടാകും. സന്ദർഭമാണ് ഉണ്ടാക്കിയതല്ല, യാതൊരു സംശയവും വേണ്ട. അതിന്റെ സന്ദർഭങ്ങളാണ് ഈ ഉണ്ടാക്കിയത് മുഴുവൻ. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രം ഞാൻ നിങ്ങളോട് പരിശുദ്ധ ദീന്റെ പേരിൽ അപേക്ഷിക്കുകയാണ്. ലാൽസീതായ തമ്പുരാനെ, നീ ഞങ്ങളെ പരീക്ഷിക്കും, അത് ഞങ്ങൾക്കറിയാം. നീ ഞങ്ങളെ പരീക്ഷിക്കും. ഞങ്ങളെ ഈമാൻ സുരക്ഷിതമായി നിലനിർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യ് തമ്പുരാനെ. സമുദായത്തിന്റെ ശക്തി ഒരു കാരണവശാലും നീ ഈ ഫിത്നയുടെ സമാനത്തെ അതിനെ നീ നശിപ്പിക്കില്ല തമ്പുരാനെ. ഒരു ജമാഅത്തായി നിലകൊള്ളു, ഒരു ജമാഅത്തായി പരിശുദ്ധതയുടെ സേവനം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യ് തമ്പുരാനെ. ഈ മഹത്തായ മജ്ലിസിൽ സാധുക്കളായ നമ്മൾ പരിശുദ്ധ ദീനിനെ സ്നേഹിച്ചുകൊണ്ട്, നിന്റെ പരിശുദ്ധ ദീനിനെ സ്നേഹിച്ചുകൊണ്ട്, അതിനെ ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടിയതാണ്. ഈ മനുഷ്യനെ നിസ്വാലികായ മനുഷ്യരായി അതിനെ കബൂൽ ചെയ്യ് തമ്പുരാനെ. ഞങ്ങളിവിടെ വളരെ ദൂരത്തു നിന്ന് ഈ പ്രദേശത്തിൽ വന്നവരാണ്. ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ രക്ഷിക്കണം. സ്ഥാപനങ്ങൾ പലതും ഞങ്ങളുടെ നാട്ടിലുണ്ട്, അങ്ങനെ പലതും ഞങ്ങൾക്കുണ്ട്. അതിനെല്ലാം തന്നെ ഞങ്ങളുടെ ജോലികൾ, ഞങ്ങളുടെ വ്യവസായങ്ങൾ, കച്ചവടങ്ങൾ മുതലായതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെല്ലാം നീ മഹമായ ഫضل കൊണ്ട് ഖൈറിനെയും ബർക്കത്തിനെയും കോരിച്ചേരും തരണം തമ്പുരാനെ. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മലിക്കുൽ ജബ്ബാറായ ലാൽസീതായ തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് ദുആ ചെയ്യാൻ പോവുകയാണ്. നീ ആ ദുആനെ തട്ടിക്കളയാതെ കണ്ട് നീ അത് കബൂൽ ചെയ്യ് തമ്പുരാനെ.